എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്കയുടെ ഒരു തീയലാണ്. ഇടിച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞളും ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഈ ഇടിച്ചക്കയാണ് ഞാൻ ഇന്ന് തീയലിനായിട്ട് എടുക്കുന്നത്. ഇടിച്ചക്ക തീയൽ ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ചെറിയ സവാള, 20 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, തേങ്ങ വറുത്തത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കടുക്, കറിവേപ്പില, തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, മസാല, ജീരകപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ, പുളി, ഉപ്പ്, കുറച്ച് നെയ്യ്. കുക്കറിൽ വേവിച്ച ഇടിച്ചക്കയുടെ ജ്യൂസാണ്. അതിലാണ് ഞാൻ ഈ തീയൽ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഇടിച്ചക്ക തീയലിന്റെ മസാലക്കൂട്ട് തയ്യാറാക്കണം. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞപ്പൊടി, കറി മസാല, വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, കുറച്ച് വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്ത മസാലക്കൂട്ട് തയ്യാറായി. തീയൽ തയ്യാറാക്കാനായിട്ട് പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ച് ഇതിൽ ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. കറിവേപ്പില, വേവിച്ച് വെച്ച ഇടിച്ചക്കയെ ചേർക്കുന്നു. ഇതിലേക്ക് ചെറിയ ഉള്ളി, സവാള, ഉള്ളി, ഇഞ്ചി പേസ്റ്റ്, തക്കാളിയും കല്ലുപ്പും ചേർക്കും. തക്കാളി എല്ലാ കൂട്ടും ഇതിൽ കിടന്ന് വഴണ്ട് വരണം. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കും. കുറച്ച് ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ 2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നു. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഇടിച്ചക്ക കുക്കറിൽ വേവിച്ചപ്പോഴുള്ള ജ്യൂസ്, ഈ ജ്യൂസിൽ കിടന്ന് ഇത് നന്നായിട്ട് വേകുമ്പോൾ തന്നെ നല്ല ഒരു ഫ്ലേവറും കിട്ടും, നല്ല മണവുമായിരിക്കും. ഇനി കുറച്ച് പുളിവെള്ളം ഞാൻ ചേർക്കുകയാണ്. തീയലിന് അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് വീണ്ടും ഞാൻ ആ ഇടിച്ചക്കയുടെ ജ്യൂസ് ചേർക്കുകയാണ്. കുക്കറിൽ വേവിച്ച ഇടിച്ചക്കയാണ് ഇത്. ഇതിൽ ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ട് നന്നായി വേവിച്ച് എടുത്തതാണ്. ഇത് ഒരു 6 മാസം വരെ നമുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. തീയല് റെഡിയായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ സ്വാദിഷ്ടമായ ഇടിച്ചക്ക തീയൽ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.